സുബ്രഹ്മണ്യ സ്വാമിക്ക് ഹരഹരോ ഹരഹര. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ മഹത്വമാണ്. എനിക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്കുണ്ടായ മാറ്റം എന്താണെന്നുള്ളതും ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് സ്കന്ദഷഷ്ടി കവചം എന്താണെന്നുള്ളത് ആദ്യമേ എനിക്കറിയില്ലായിരുന്നു. ഞാൻ പഴനി പോയി വന്നതിന് ശേഷമാണ് ഭഗവാനോട് ഇത്ര ഇഷ്ടവും ഭഗവാനെ അഷ്ടസ്ഥല ശതാനാമബലി ചൊല്ലിയാണ് ഞാൻ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സ്കന്ദഷഷ്ടി കവചം എന്താണെന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളായിരുന്നു. ഇത് എന്നിൽ എത്തിച്ച വിവിധ എന്ന് പറയുന്ന ചാനലിലാണ് ഞാനിത് കണ്ടതും അവരോട് പറഞ്ഞ് ഞാനിത് റിക്വസ്റ്റ് ചെയ്ത് എനിക്കൊരു പോസ്റ്റ് വഴി അയക്കുകയായിരുന്നു. അത് അയച്ചതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പുസ്തകം കൈ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഒരുപാട് ചേഞ്ചായി. അതായത് ഭഗവാനുള്ള ഭക്തി ഇരട്ടിച്ചിരട്ടിച്ച് വരുന്നു. നമുക്ക് നേരത്തെ ഉണ്ടതിനേക്കാളും നമുക്ക് ഒരുപാട് ഭഗവാനെ കൂടുതൽ വിളിക്കണം എന്നുള്ളൊരു തോന്നൽ ഉള്ളി വരികയും എനിക്ക് എന്താ പറയുന്നത്, ഭഗവാനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ മഹത്വം അത്രയ്ക്ക് വളരെ വലുതായതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനൊരു ഫീല് തോന്നാൻ കാരണം. അതായത് സ്കന്ദഷഷ്ടി കവചം ജപിക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കി ജപിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഈ സ്കന്ദഷഷ്ടി കവചം എന്നല്ല, ഏത് കാര്യം നമ്മൾ തുടങ്ങുമ്പം അത് എഴുതിയ ആളെ ആദ്യം നമ്മൾ ഒന്ന് മനസ്സിൽ സ്മരിക്കണം. ഇതെഴുതിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവരായ സ്വാമികളാണ്. ദേവരായ സ്വാമികളെ ആദ്യം ഒന്ന് സ്മരിക്കണം. കാരണം ഇത്രയും മഹത്തേറിയ ഒരു കവചം നമുക്കായിട്ട് തുറന്നു തന്നില്ലേ. ഭഗവാനെ അടുത്ത് വിളിച്ചു വരുത്തുകയും ഭഗവാന്റെ വേലുകൊണ്ട് നമ്മൾ ശരീരം മൊത്തം കാത്ത് നമ്മളെ ഒരു പ്രൊട്ടക്ഷനായിട്ട് നിർത്തുന്ന ഇത്ര മഹത്തായ ഒരു കവചം നമുക്ക് സൃഷ്ടിച്ച് തന്ന ഇതെഴുതിയ ദേവരായ സ്വാമികൾക്ക് ആദ്യം നമസ്കാരം പറഞ്ഞുകൊണ്ട് വേണം നമ്മളിത് തുടങ്ങാൻ. സ്കന്ദഷഷ്ടി കവചം തുടങ്ങുമ്പോൾ അടുപ്പിച്ച് ഒരു 48 ദിവസം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പക്ഷെ 48 ദിവസം ജപിക്കുമ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു നോൺ വെജ് ഒഴിവാക്കണം എന്നാണ്. സ്തോത്രമായതുകൊണ്ട് നോൺ വെജ് കഴിക്കാമെന്ന് പറയുമെങ്കിലും നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടണമെങ്കിൽ നോൺ വെജ് ഒഴിവാക്കിയത് തന്നെ വേണം. നമ്മുടെ കാര്യം നടക്കാനോ ആഗ്രഹത്തിനൊന്നുമല്ല, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പം പുറത്തുനിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, വഴക്ക്, മാനസിക ബുദ്ധിമുട്ട്, തളർച്ച, അസുഖങ്ങൾ, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തടഞ്ഞ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഭഗവാൻ. അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നു. അപ്പം അടുപ്പിച്ച് 48 ദിവസം ഈ സ്കന്ദഷഷ്ടി കവചം ജപിക്കുന്ന ആരാണോ അവർ ഭഗവാന്റെ അടുത്ത ഒരു വ്യക്തിയായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജപം തന്നെയാണ് സ്കന്ദഷഷ്ടി കവചം. ഇത് ജപിക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ജപിക്കാൻ തോന്നും. അത്രയ്ക്ക് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും ഈ ജപത്തിനോട്, സ്കന്ദഷഷ്ടി കവചം ജപിക്കുമ്പോൾ. അപ്പം ഇതിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്, വേല് പോലെ തന്നെയാണ്, ഈ വേലിൻ്റെ അതേ ശക്തി തന്നെയാണ് ഈ കവചത്തിനും ഉള്ളത്. ഈ കവചം അടുപ്പിച്ച് ജപിക്കുന്ന ആരാണോ ആ വേല് നമ്മളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. വേലെന്ന് പറയുന്നത് ജ്ഞാനത്തിന് വഴിതെളിക്കുന്ന ഭഗവാന്റെ ആയുധമാണ്. അത് തന്നെയാണ് ഈ കവചം ജപിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന മാറ്റം. വേലുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമുക്ക് ജ്ഞാനങ്ങൾ തരും, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തോന്നൽ ഭഗവാൻ തന്നെ അത് കാട്ടിത്തരും. 48 ദിവസം അടുപ്പിച്ച് ജപിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ആഘാതം വന്നു, ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ 48 ദിവസം നമ്മൾ അടുപ്പിച്ച് ജപിച്ചു കഴിഞ്ഞാൽ അത് മാറും. അത് ഭക്തിയോടുകൂടി നോൺ വെജൊക്കെ ഒഴിവാക്കി ഭക്തിയോടുകൂടി രാവിലെ എഴുന്നേറ്റ് ജപിക്കുകയാണെങ്കിൽ നമ്മുടെ അത് പൂർണ്ണമായും അത് മാറിക്കിട്ടും. നമ്മൾ ആരോഗ്യവാനായും സന്തോഷം സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനായി നമ്മുടെ മനസ്സ് ആ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ച് ഭഗവാനെ താണു വണങ്ങി നമ്മൾ ജപിക്കുക 48 ദിവസം. നല്ല അനുഗ്രഹം ഉണ്ടായിരിക്കും. അത്രയ്ക്ക് പവർഫുള്ളായ ജപമാണ് സ്കന്ദഷഷ്ടി കവചം. ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും ദൈവമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതിൽ ഭഗവാൻ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, പ്രപഞ്ച ശക്തി, അതാരാണോ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മൂർത്തി ആരാണോ
ആ ഭഗവാനാണ് നമുക്കിതൊക്കെ തരുന്നത്, അല്ലെ? നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഭഗവാനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റുക, എന്നിട്ട് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനായിട്ട് പവർഫുള്ളായ സ്തോത്രമൊക്കെ ജപിച്ച് ഭഗവാന്റെ ആ അനുഗ്രഹം പെട്ടെന്ന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ദേവരായ സ്വാമികൾ 6 കവചങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 6 കവചങ്ങളിൽ സ്കന്ദഷഷ്ടി കവചം മഹത്തായിട്ട് എങ്ങനെ അറിയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു ഉദരരോഗം വന്നായിരുന്നു. ഉദരരോഗം വന്നപ്പം അദ്ദേഹം മനസ്സിലാക്കിയത്, നേരത്തെ ശങ്കരാചാര്യർ വിചാരദോഷം ആരോ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഉദരരോഗം മാറ്റാനായിട്ട് തിരുച്ചെന്തൂർ പോയി ഭുജംഗ സ്തുതിച്ചു, ഭുജംഗം എഴുതി സ്തുതിച്ചപ്പോഴാണ് അത് മാറ്റിയെന്നുള്ള അത് അറിയാം. അങ്ങനെ ദേവരായ സ്വാമികളും തിരുച്ചെന്തൂർ ചെന്നിട്ട് ഈ സ്കന്ദഷഷ്ടി കവചം ജപിക്കുകയും ഭഗവാൻ ആ ഉദരരോഗം മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. അതുമൂലമാണ് ആൾക്കാരിൽ എത്തിയത്. ഇത് പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു പവർഫുള്ളായ ഒരു കവചമാണ് സ്കന്ദഷഷ്ടി കവചം എന്ന് എല്ലാവരും അറിയപ്പെടുകയും, ഇത് പിന്നീട് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനായിട്ട് ഈ കവചം അത്ര മഹത്വമായി പുറത്തു വരികയും ചെയ്തത്. ഇപ്പം ഈ കലിയുഗത്തിൽ നമ്മൾ ഈ ഒരു സ്കന്ദഷഷ്ടി കവചം ജപിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ ഒരു കാരണവശാലും ഒരു അഭിചാരദോഷമോ ദൃഷ്ടിദോഷങ്ങളോ പ്രാക്കുകളോ ശത്രുദോഷങ്ങളോ ഒന്നും ഏൽക്കാതെ നമ്മളെ കാത്തുകൊള്ളും എന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചോളൂ. എൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കട്ടെ എല്ലാവർക്കും. എൻ്റെ ഈ ചെറിയ അറിവുകളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ എൻ്റെ ചെറിയ അറിവുകളുമായി ഇനിയും നമുക്ക് കാണാം. അപ്പം നന്ദി, നമസ്കാരം.